പക്ഷെ അടുത്തേ നമുക്ക് വേറൊരു കോൺസെപ്റ്റിലേക്ക് തന്നെ കിടക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞതല്ലാതെ നമ്മളിപ്പോൾ ഓക്കെ നമുക്കിപ്പോൾ കുറേ എററോളൊക്കെ കുറയ്ക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു വാല്യൂ തരികയാണ് 2.6234578 അതുകൊണ്ട് വലിയൊരു പ്രിസൈസ് ആയിട്ടൊരു വാല്യൂ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതൊരിക്കലും എപ്പോഴും അങ്ങനെ എഴുതി പോകുന്നത് എളുപ്പമാണോ? അല്ല. ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇതിനെ പറഞ്ഞ പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സെക്ഷൻ 2.7 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയണ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിചാരിക്കും ഇതൊക്കെ സിമ്പിളല്ലേ, അത്ര ചെറിയ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതങ്ങനെയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് അത്ര ഇതടക്കം ഇപ്പോൾ പ്ലെയിൻ ക്രാഷിൻ്റെ ഇതുകളൊക്കെ ഇൻസിഡൻ്റൊക്കെ അറിയുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്നത് ചെറിയൊരു എക്സ്പീരിയൻറ്റിൽ എറർ കാരണമാണ് പ്രശ്നം ഉണ്ടായത്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈ ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് എന്ത് കാരണമെന്ന് വെച്ചാൽ ഒരു സ്മോൾ പ്രിസിഷൻ തെറ്റിയ കാരണമാണ്. അപ്പം ഇതൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1.23 എന്നുണ്ടെങ്കിൽ ആ 1ഉം അതുപോലെ 2 എന്ന് പറഞ്ഞാൽ റിലയബിൾ ഡിജിറ്റ് ആവും. അതുപോലെ 1.2.23 എന്നുള്ളതിൽ 3 എന്ന് പറയുന്നത് കുറച്ച് അൺസർട്ടൈൻ ആവും. എന്താ ഇവിടെ അൺസർട്ടൈൻ എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇതിലുണ്ടാവില്ല, അത്ര പ്രിസൈസ് ആവില്ല, അത് കറക്റ്റാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു അൺസർട്ടൈൻ ഡിജിറ്റ് കൂടി ഉണ്ടാവും. ഇങ്ങനെ ഇതിനെ പറയണ പേരാണ്, അതായത് ഡിജിറ്റ്സ് വിച്ച് ഹാവ് ദി റിലയബിൾ ഡിജിറ്റ്സ് ആൻഡ് ദി അൺസർട്ടൈൻ ഡിജിറ്റ്സ് വിച്ച് ഈസ് കോൾഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പോയിട്ട് പഠിക്കാം. ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് വെച്ചിട്ട് നിങ്ങൾ കാണാതെ പഠിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. പകരം നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ ലോജിക്കലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവും എന്തായാലും നോൺ സീറോ ഡിജിറ്റ്സ് എന്തായിരിക്കും. ഇപ്പോൾ 1682 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 682 കിലോമീറ്റർ എന്നുള്ളത് ഫുൾ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതായത് നോൺ സീറോ ഡിജിറ്റ്സ് എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് പറയാം. ഇപ്പോൾ ഞാൻ 602 കിലോമീറ്റർ എന്ന് പറഞ്ഞു വിചാരിക്കുക. അതിൽ 600-ൽ ആ 0 സിഗ്നിഫിക്കൻ്റ് ആവും. സെൻറ്ററത്തെ വീഡിയോ പോസ് ചെയ്യാമെന്നൊന്നും ചിന്തിച്ച് നോക്കുക. ഉറപ്പായിട്ടും അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിപ്പോൾ 612 എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, ഒരു കൂട്ടലുണ്ടാവും. അതങ്ങനെ പ്രശ്നമാണത്. അപ്പോൾ ആ ഒരു 0 സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ നമ്മൾ 2 കേസുകളാണ് പറയണത്. സീറോസ് അവസാനം വരുന്ന കേസ്, സീറോസ് അവസാനം വരുന്നതും അതുപോലെ ആദ്യം വരുന്ന കേസും. സീറോസ് ആദ്യം വരുന്ന കേസിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 650 കിലോമീറ്റർ അല്ല 622 കിലോമീറ്ററാണ് വിചാരിക്കുക. അതിൻ്റെ മുന്നേ അവർ 0 ഇട്ടു. അപ്പോഴും അത് 622 കിലോമീറ്റർ എന്നല്ല വായിക്കുക. അതായത് സ്റ്റാർട്ടിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ. ഇനി സീറോസ് എവിടെ വരണേ? അവസാനമാണ്. അവസാനം എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഒന്ന് ട്രെയിലിംഗ് സീറോസ്, അതായത് ഡെസിമലിൻ്റെ അപ്പുറത്ത് വരുന്നതും അല്ല ഡെസിമലിൻ്റെ ഇപ്പുറത്ത് വരുന്ന സീറോസ്. ഇത് 2 ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്കിത് എന്തായാലും നോക്കാം. നമുക്ക് ഒരു കറക്റ്റായിട്ട് 1000 സിമ്പിളായിട്ട് പറയാം, 12.120 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ലോജിക്കലി ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അവസാനത്തെ സീറോ ഇപ്പോൾ 1 ആയി വിചാരിക്കുക. അത് നിങ്ങൾ പ്രിസൈസായിട്ട് എടുത്ത മെഷർമെൻ്റ് ആണ്. ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീറോ എന്ന് പറയുന്നത് പ്രിസൈസായിട്ട് നിങ്ങൾക്ക് ആ സീറോ എന്ന് വന്ന കാരണമാണ് നിങ്ങൾ അത് എടുത്തത്. പിന്നെ അവിടെ നിങ്ങൾക്ക് അവിടെ സീറോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് 12.212 എന്ന് എഴുതിയാൽ മതി. അവസാനത്തെ ഡിജിറ്റ് ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ആ ഒരു ഡിജിറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതായത് ഡെസിമലിൻ്റെ അപ്പുറത്തുള്ള ഡിജിറ്റ്. ഡെസിമലിൻ്റെ ഇപ്പുറത്താണെങ്കിലോ അവസാനത്തെ സീറോ, അതായത് 1200 അല്ലെങ്കിൽ 16200 കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്താണെന്ന് വിചാരിക്കുക. ഇതിനെ എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റും. പവർ ഓഫ് 10. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മളൊരു മെത്തേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പവർ ഓഫ് 10ൻ്റെ രീതിയിലാണ് നമ്മൾ എഴുതുക ഒരു കാര്യം. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 12600 കിലോമീറ്ററാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. അത് 126 × 10² എന്ന് എഴുതാൻ എനിക്ക്. അതായത് 126 × 100 എന്ന് എഴുതാൻ പറ്റും. അത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? ആ 100 എന്ന് പറഞ്ഞാൽ 10² അവിടെ വെക്കട്ടെ, 126 മാത്രമാണ്
ഇതിൽ സിഗ്നിഫിക്കൻ്റ് ഉള്ളോ? അതായത് എനിക്കിപ്പോൾ ഈ ഒരു കിലോമീറ്ററിനെ അല്ലെങ്കിൽ ഈ ഒരു മീറ്ററിനെ കിലോമീറ്റർ ടേംസിലേക്ക് എഴുതണമെങ്കിൽ എനിക്ക് ആ 2 പൂജ്യം ഒഴിവാക്കിയാക്കി എന്ത് എഴുതാം? 126 കിലോമീറ്റർ എന്ന് എഴുതാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, സീറോസ് ഡെസിമലിൻ്റെ മുന്നേ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് സിഗ്നിഫിക്കൻ്റ് അല്ല. പവർ ഓഫ് 10ൻ്റെ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് കാരണം തന്നെ പവർ ഓഫ് 10 എന്തും സിഗ്നിഫിക്കൻ്റ് അല്ല, ബാക്കിയുള്ളത് മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. നിങ്ങൾക്ക് ഈ ലോജിക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. ഇനി നമുക്ക് അടുത്ത് ഈ പ്ലസും മൈനസും അതുപോലെ തന്നെ ഇൻറ്റു ഡിവിഷൻ അങ്ങനെയുള്ള കേസിലൊക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മളെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് പ്ലസും മൈനസും വരുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുടെ റൂളുകളൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ഡിവിഷനും വരുമ്പോൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ റൂളുകൾ. ഇത് രണ്ടും നമ്മൾ പഠിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഈസിയായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. 436.32 ഗ്രാം പ്ലസ് 227.2 ഗ്രാം പ്ലസ് 0.301 ഗ്രാം. ഇത് പ്ലസ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പ്ലസ് ചെയ്ത് എന്ത് കിട്ടും? 1, 2, 6, 8, 13, 1, 5, 6 ഇതാണ് നിങ്ങൾക്ക് വാല്യൂ കിട്ടുക. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ കേസിൽ ഇതിൽ വെച്ചിട്ട് ഏതാണോ ഏറ്റവും ചെറിയ ഡെസിമൽ വാല്യൂ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും നമ്മൾ എഴുതുക. വീഡിയോ പോസ് ചെയ്യുക, ഇതിൽ പറയുക ഈ 3 ഏതിലാണ് ഏറ്റവും ചെറിയ ഡെസിമൽ വാല്യൂ ഉള്ളതെന്നൊന്ന് ചിന്തിക്കുക. കിട്ടിയെന്ന് വിചാരിക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഡെസിമൽ വാല്യൂ. അതായത് ഇതിലുള്ളത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതായത് ഈ ഒരു ഉത്തരത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ എടുക്കുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അഡീഷൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലീസ്റ്റ് ഡെസിമലാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. എന്താണ് സിഗ്നിഫിക്കൻറ്റ് വാല്യൂസ്, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുന്നത്, ഒരു ലൈറ്റ് ഇയറിനെ നിങ്ങൾക്ക് മീറ്ററിൽ എഴുതാൻ പറ്റുമോ? അതായത് ലൈറ്റ് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം നമ്മൾ സി എന്ന് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറ്. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, ഇനി ഐഡിയ പറയാം. ഒരു സെക്കൻഡിൽ ലൈറ്റ് പോകുന്ന ദൂരമാണ് 3 × 10⁸. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ശരിക്കുള്ള ഇതെടുക്കുകയാണ്. നമുക്ക് എത്ര സെക്കൻഡിലാണ് വേണ്ടത്? ഒരു കൊല്ലത്തിൽ എത്ര സെക്കൻഡ് ഉണ്ടോ അത്ര സെക്കൻഡാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മളിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. പക്ഷേ അവിടേക്കൊന്നും പോണില്ല നമ്മൾ. 3.1557 × 10⁻7 സെക്കൻഡാണ് ഏകദേശം ഒരു കൊല്ലത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെക്കൻഡിൽ ലൈറ്റ് 1 × 3 × 10⁸ മീറ്ററിലാണ് പോണേ. അങ്ങനെയാണെങ്കിൽ ഇത്ര സെക്കൻഡിൽ എങ്ങനെയാണ് എത്ര പോവുക? 3.1557 × 10⁻7 × 3 × 10⁸ മീറ്ററാണ് പോവുക. നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 3 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ കൃത്യം ശ്രദ്ധിക്കണം. ഇത് കൃത്യമായിട്ട് നമുക്ക് എക്സ്പീരിയൻസിലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. 3.00 എന്ന് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും.
നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ഈ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ലല്ലോ എന്ന്. അല്ല, കൃത്യമായിട്ടും 0 സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മളെ എക്സ്പെരിമെൻറ്റിൽ അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്താണ്. സോ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. 10⁻⁷ 10⁻8. അതെന്തായാലും നമുക്ക് എന്താ കിട്ടുക, 10⁻15 എന്ന് പ്ലസ് ചെയ്ത് എഴുതാം മീറ്റർ. പക്ഷേ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പുറത്തെ എത്ര എണ്ണം? 3 ഉണ്ട്. സോ ഇനിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ഇങ്ങനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതിനാണുള്ളത് അതിൻ്റെ അതേ ഇതാവും ഉത്തരത്തിലും ഉണ്ടാവുക. അതായത് 9.15 അല്ലെങ്കിൽ 600 ഉത്തരത്തിലുണ്ടാവുക. അതായത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. നിങ്ങൾ അതിൻ്റെ നമ്പറൊന്നും നോക്കിയില്ലെങ്കിൽ ഈ കൺസെപ്റ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. 3 ഉള്ളത്. അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതാണോ അത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ എന്താണ്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും. മറ്റേതിലോ അതിൽ ലീസ്റ്റ് ഡെസിമൽ ആയിരിക്കും. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കണില്ലേ? ഓക്കെ. സെഗ്മെൻറ്റ് 2.7.2 റൗണ്ടിങ് ഓഫ് ദി അൺസർട്ടൈൻ ഡിജിറ്റ്സ്. ഓക്കെ, റൗണ്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ സിമ്പിൾ കൺസെപ്റ്റാണ്. ഇപ്പോൾ 5 കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതൊന്ന് കാണിക്കാം. ഇപ്പോൾ 2.78 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്തായിട്ട് മാറും? 2.8 ആയിട്ട് മാറും. ഓക്കെ, അതായത് 5 വലുതാണെങ്കിൽ ആ അപ്പുറത്തുള്ള സംഖ്യ ഒരെണ്ണം കൂടും. ഓക്കെ, അത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി 5 കുറവാണെങ്കിലോ? 5 കുറവാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. 2.73. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ തന്നെ വരും, 2.7 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഉത്തരം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുക. യു മേ വണ്ടർ ദാറ്റ് ഇഫ് x = 5 വാട്ട് ഡു വി ഡു? ഇത് ഒരു കൃത്യമായിട്ടുള്ള ചോദ്യം എല്ലാ മാത്തമാറ്റീഷ്യൻ്റെയും ഫിസിക്സിസ്റ്റിൻ്റെയും കയ്യിലുള്ളതിൻ്റെയാണ്. സോ ഇതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. 2.745 ഉണ്ട്, 2.735 ഉണ്ട്. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് എത്ര ആയിട്ടാണ് റൗണ്ട് ചെയ്യുക എന്നിട്ട് പറയാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, കഴിഞ്ഞു എന്ന് വിചാരിക്കണം. ഇപ്പോൾ 5ൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള നമ്പർ ഈവൺ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല, 2.74 തന്നെ എഴുതും. ഓക്കെ, പക്ഷേ 5ൻ്റെ ഇപ്പുറത്തുള്ള നമ്പർ ഓഡാണെങ്കിൽ നമ്മൾ ഒരു നമ്പർ കൂട്ടിയെത്തും, 2.74. സെഗ്മെൻറ്റ് 2.7.3 റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് ദി അൺസർട്ടനിറ്റി ഇൻ റിസൾട്ട്സ് ഓഫ് അരിത്മെറ്റിക് കാൽക്കുലേഷൻ. ഓക്കെ, ഇത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇത് സിമ്പിളായിട്ട് 3 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് L എന്ന് പറയുന്നത് 16.2 ±0.1 സെൻറ്റിമീറ്ററും അതിൻ്റെ B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10.1 ±0.1 സെൻറ്റിമീറ്റർ എന്നാണ്. സോ ഇത് എന്താണ് ഉദ്ദേശിക്കണത്? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 16.2 വരെ നമുക്ക് കിട്ടി. എന്നിട്ട് നമുക്ക് 0.1 എററാണ്, ചിലപ്പോൾ അത് കൂടാം ചിലപ്പോൾ കുറയാം. അതുപോലെ തന്നെയാണ് ബ്രെഡ്ത്തും. സോ നമുക്ക് ഏരിയ കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? സുഖമായിട്ട് വേണമെങ്കിൽ ഇത് രണ്ടും ഇൻഡ്യൂ ചെയ്യാം. പക്ഷേ ഇവിടെ ഈ എററുകളോട് ഉള്ള കാരണം നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇറക്കേണ്ടി വരും. ഇൻഡ്യൂ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എറർ എന്താ പഠിച്ചത്?
സെഡ് ഈസ് ഇക്വൽ ടു എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഡെൽറ്റ സെഡ് എന്തായിരുന്നു അപ്പോൾ? ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. എന്താണ് ഈ ഡെൽറ്റ എന്നൊക്കെ പറയുന്നത് കാര്യങ്ങൾ? അത് എററോളാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അതായത് ഇതിൽ എൽ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതിൽ 16.2 ഇൻറ്റു 10.1 ആദ്യം നോക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മളവിടെ നിർത്തും, എന്നിട്ട് പ്ലസ് ഓർ മൈനസ് തന്നെ ഇടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ എററുകളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഡെൽറ്റ എയും ഡെൽറ്റ ബിയും ഡിഫൈൻ ചെയ്യുന്നത് പേഴ്സൻറ്റേജിലാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ 0.1ഉം ഇതിൻ്റെ 0.1ഉം ഇതിൻ്റെ 0.1ഉം വേറെയാവും. ഒബ്വിയസ്ലി ആലോചിച്ച് മനസ്സിലാവും. ഇപ്പോൾ 10.1ലത്തെ എറർ 0.1 ആണെങ്കിൽ അതിൽ എന്തെങ്കിലും പേഴ്സൻറ്റേജ് കൂടുതലോ എറർ ഉണ്ടാവാനുള്ള സാധ്യത. 16.2ലത്തെയോ അത് കുറവായിരിക്കും എറർ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ 0.1 എറർ. ഓക്കെ, ഇത് ശരിക്കുള്ള ഇതെന്താണ്? 16.2 ആണ്. സോ 16.2 നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് വെക്കണം കേട്ടോ. പെർസെൻറ്റേജിൻ്റെ കണക്കാണ് കാൽക്കുലേറ്റ് ചെയ്യണേ. ഇൻറ്റു 100 അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.7 ഒക്കെ കിട്ടും. 0.7%, 0.6% എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഇതും ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1% തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവും 1% ആണോ അതോ 0.6% ആണോ കൂടുതൽ എറർ? 1%. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കാര്യം വരുന്നത്. ഈ ഒരു 1%ഉം അതുപോലെ തന്നെ ഈ 0.6%ഉമാണ് കൂട്ടേണ്ടത്. ഒരിക്കലും ഉള്ളിലത്തെ ഈ ഒരു ഭാഗമല്ല കൂട്ടേണ്ടത്. അതായത് 1 പ്ലസ് 0.6% എന്ന് വരുമ്പോൾ 1.6% നമുക്ക് ഉത്തരം വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ഈ ഒരു ഭാഗം നമുക്ക് സാധാ പോലെ ഇൻറ്റു ചെയ്യാം. അതായത് 164 പ്ലസ് ഓർ മൈനസ്. ഇനി 164യുടെ 1.6% ആണ് ഇവിടെ എഴുതേണ്ടത്. അതെത്രയാണ്? ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ കേസ് എഴുതുക. ഉത്തരം നമുക്കറിയാം 1.6 ആണെന്ന്. എന്തിലാണ് ചെയ്യണേ? 164ലാണ് ചെയ്യണേ. എന്തുണ്ട്? 100%ലാണ് നമ്മൾ ചെയ്യണം. ഇനി ഇതാണ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണ കാര്യം. ഈ എക്സിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ 100 അടിയിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ 1.6/100 ഉണ്ടാവും. അതുപോലെ തന്നെ 124 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 1.6/100 ഇൻറ്റു 164 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക എന്ന് വിചാരിച്ചാൽ 3 എന്നായിരിക്കും. ഓക്കെ, ഇതെവിടെ അപ്ലൈ ചെയ്യുക? ഇവിടെ അപ്ലൈ ചെയ്യുക. അതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഉത്തരം കിട്ടുക 164 പ്ലസ് ഓർ മൈനസ് 3 എന്നായിരിക്കും. ഓക്കെ, നമ്മൾ ഇത് ഏത് കേസ് നോക്കാനാണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലത്തെ അൺസർട്ടനിറ്റി കാൽക്കുലേറ്റ് ചെയ്യണതിൻ്റെ 3 കാര്യങ്ങൾ, 3 മെത്തേഡുകളാണ് നമ്മളിപ്പോൾ ഇതിൽ പഠിക്കാൻ പോണേ. അതിൽ തന്നെ ആദ്യത്തെ നമ്മൾ റിലേറ്റീവ് എററുകൾ തമ്മിലുള്ള കോമ്പിനേഷനുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ സബ്സ്ട്രാക്ഷൻ്റെ കേസിലുള്ള അൺസർട്ടനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ തന്നെ എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തന്നെയാണ് അതും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. 12.9 ഗ്രാം മൈനസ് 7.06 ഗ്രാം അങ്ങനെ എടുത്തു വിചാരിക്കുക. ഓക്കെ, ഇതിലെന്ത് ചെയ്യണം? നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടായിരുന്നത്. നമ്മളിതിൻ്റെ അഡീഷൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയും കാര്യം ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ 5.84 ഗ്രാം എന്നാണ്. പക്ഷെ നമ്മളിത് ഒരിക്കലും ഇങ്ങനെ എടുക്കില്ല. നമ്മൾ എന്ത് മാത്രമേ കയറിയുള്ളൂ? നമ്മൾ ഡെസിമൽ നമ്പർ ഏറ്റവും കുറവുള്ളതാണോ അത് മാത്രമേ എടുക്കുള്ളൂ. ഇതും ഒരു എക്സെപ്ഷനാണ്. സോ
5.8 ഗ്രാം എന്നാണ് ഉത്തരം കിട്ടുക. ഓക്കെ, ഇതും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സബ്സ്ട്രാക്ഷൻ്റെ കേസിലും അഡീഷൻ്റെ കേസിലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. മൂന്നാമതായിട്ട് നമുക്കുള്ളത് എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ സ്റ്റെപ്പുള്ള ഒരു കാൽക്കുലേഷനിൽ നമ്മൾ എന്താണ് തെറ്റ് വരാനുള്ള സാധ്യത എന്നാണ് അടുത്തതിൽ പറയുന്നത്. സോ പ്രോഗ്രാമിങ്ങിലൊക്കെ ഈ ഒരു കാര്യം ഭയങ്കരമായിട്ടുള്ള മാറ്റി മറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയാം എക്സാമ്പിൾ വെച്ചിട്ട്. ഇപ്പോൾ 1/9.58 എന്ന് പറയുന്നത് 0.1044 എക്സിട്ര ആണ്. സോ നമ്മൾ ഇവിടുത്തെ ഒരു സിഗ്നിഫിക്കൻ്റ് റൂളിൻ്റെ ഇവിടെ 1.00 ഉണ്ടെന്ന് വിചാരിക്കുക. സിഗ്നിഫിക്കൻ്റ് റൂളിൻ്റെ അടിസ്ഥാനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ എന്താ നമ്മൾ നോക്കുക, ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അത് 3 അപ്പോൾ ഉത്തരത്തിൽ 3 തന്നെ പാടുള്ളൂ, അതായത് 0.104 വരെ. പക്ഷേ ഞാൻ ഈ ഒരു ഉത്തരത്തിനെ റെസിപ്രോക്കൽ എടുക്കുകയാണ്, 0.104 ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.62 വിച്ച് സൈസ് ഇറ്റ് ഹാവ് ആൻ എറർ ഓഫ് 0.4. സോ ഇത് വലിയൊരു പ്രശ്നത്തേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. സോ മൾട്ടി സ്റ്റെപ്പുള്ള കാൽക്കുലേഷനിൽ നമ്മൾ ഈ ഒരു തെറ്റ് മാറ്റി മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്തില്ലേ ഈ ഒരു സ്റ്റെപ്പ് 1/9.58 ഇതിലത്തെ എല്ലാത്തിനും നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിൽ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ ഇവിടെ കൊടുക്കും, അതായത് 1/0.1044 എക്സിട്ര പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ഉത്തരമായിട്ടുള്ള 9.58 കിട്ടും. സോ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പുകളിൽ നമ്മൾ ലാസ്റ്റാണ് നമ്മുടെ സിഗ്നിഫിക്കൻ്റ് ഫിഗറുകളുടെ റൂൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, നമുക്കിതിൽ ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ നോക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇടുന്ന സർവൈവൽ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഉറപ്പാണത്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ്. അതായത് നിങ്ങളിത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കുറയുമെന്നുള്ളത്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടുതലായിരിക്കും ബാക്കിയുള്ളവരുടെ ബേസിസിൽ. സോ ഇത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. കഴിഞ്ഞു എന്ന് വിചാരിക്കണം. ഈ ആദ്യമുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുമോ? ആയിരിക്കും? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂള് പ്രകാരം തന്നെ ആദ്യമുള്ള സീറോസൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഈ ലാസ്റ്റുള്ള കാര്യങ്ങളോ സിഗ്നിഫിക്കൻ്റ് ആണോ? ഈ ലാസ്റ്റുള്ള സീറോസ്? അതെ. ഈ ലോജിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒന്നുകൂടി ഒന്ന് പറയാം. എന്താ വെച്ചാൽ ഈ ലാസ്റ്റുള്ള ഈ 0 1 വിചാരിക്കുക, അതായത് ഈ 0 1 വിചാരിക്കുക. അതായത് അത്ര പ്രിസൈസ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻറ്റോടാവും അളക്കുണ്ടാവുക. സപ്പോസ് അതൊരു സെൻറ്റിമീറ്ററിൻ്റെ കാര്യമാണ് വിചാരിക്കുക. ഇപ്പോൾ ഒരു നമ്മൾ സ്കെയിൽ കൊണ്ട് അളക്കണതിന് പകരം അത്ര ചെറിയ കാര്യത്തുകൊണ്ട് അളന്നിട്ടാണ് അത് 0 എന്ന് കണ്ടെത്തണം. സപ്പോസ് അത് 1 ആവുമായിരുന്നു, പക്ഷെ അത് 0 അല്ല ഇപ്പോൾ ആയി. അതായത് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അതായത് ഇതിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 2 3 4 5 5 ഇതിലുള്ളത്. അതായത് ബി ആണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് അടുത്തേക്ക് പോകാം. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, കഴിഞ്ഞു വിചാരിക്കണം. ഇതിലെന്താ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക്, അതായത് ഇതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്, പക്ഷെ ലാസ്റ്റുള്ള 0 സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് ഡൗട്ട് വരിക. ആ ഒരു ലോജിക്ക് നോക്കി. ഇതിപ്പോൾ ഒരു 2 3 ഒക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ? അത് സിഗ്നിഫിക്കൻ്റ് തന്നെയാവും. അപ്പോൾ അതായത് അത്ര പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാവും ഇത് അളക്കുണ്ടാവുക. സോ ഇതിൽ 4 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഈ ഒരു കേസ് എടുക്കാം.
ഇതിൽ കുറച്ച് നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കണം. നമ്മൾ ട്രെയിലിംഗ് സീറോസിൻ്റെ കാര്യത്തിൽ ലാസ്റ്റ് ഒരു ഇത് പറഞ്ഞായിരുന്നു, എന്താണ് നമുക്ക് പവർ ഓഫ് 10ൻ്റെ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു, 0 ഡെസിമലിൻ്റെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ. അതായത് ഇതിനെ എനിക്ക് എന്തായിട്ട് എഴുതാം, 3237 ഇൻറ്റു 10⁻1, അതായത് 10 തന്നെ അതിന് എഴുതാൻ പറ്റും. അതായത് ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, 3 അത്ര ഉള്ളൂ. ബാക്കിയുള്ള ഈ 10⁻1 സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗ്രാമിൽ കിടക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ കിലോഗ്രാം ആക്കേണ്ടി വരും. സോ അതിൽ നമ്മുടെ ഓരോരോ ഡിജിറ്റുകൾ പോയി കിട്ടും, ഈ 0 വരുന്ന ഡിജിറ്റുകൾ. സോ അത് കാരണമാണ് ഈ 237 ഇതിൽ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ എന്ന് പറയണത്. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, കഴിഞ്ഞു വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയണ്ടാവും ആദ്യത്തെ ഉള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇതിനൊരു ലോജിക്കും ഉണ്ട് ശരിക്കും പറയണമെങ്കിൽ. എന്താണ്, ഫസ്റ്റ് നമ്മൾ കുറേ 0 ഇട്ടിട്ട് ലാസ്റ്റ് ഒരു 7 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഇടുകയാണെങ്കിൽ, 72 എന്നത്തെ നമ്പർ ഇടുകയാണെങ്കിൽ ലാസ്റ്റത് മാത്രമാണ് കയറി ചെയ്യണത്. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ലോജിക്കൽ കിട്ടും. അതായത് ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറുള്ളൂ. ഇതിലെത്ര ഉണ്ടാവും, നേരത്തെ പറഞ്ഞു 10⁻90 ആ ഒരു ഭാഗം ഒന്നും സിഗ്നിഫിക്കൻ്റ് ആവില്ല. അപ്പോൾ 1.6 എന്ന് പറയുമ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാവും ഇതിലുണ്ടാവുക. ഓക്കെ, അടുത്ത് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക വീണ്ടും. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, കഴിഞ്ഞു വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെയും കാണാൻ പറ്റും എന്ത്, സ്റ്റാർട്ടിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലോജിക്കലി ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, ഈ പറയണ ലാസ്റ്റുള്ള എല്ലാ ഈ ഒരു ടേംസ് ഫുള്ള് എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഈ ഒരു 0 എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് ആയേ, 0 എന്തുകൊണ്ടാണ്, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു 0 സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ 1 വിചാരിക്കുക, 1 2 3 എക്സെട്ര എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടും. അതായത് ഈ ഒരു 0 എന്ത് ഇതിന് വില തരണേ, ഈ അപ്പുറത്തെ 6 വില തരണേ. ഈ ഒരു 0 ഈ ഒരു 7 വില തരണേ. സോ അതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവും. ഒരിക്കലും കാണാതെ പിടിക്കേണ്ട ആവശ്യമില്ല ആ ലോകളൊന്നും. ഓക്കെ, അടുത്ത ഒരു ഇത് നിങ്ങൾ നോക്കുക. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക. ഇതൊന്ന് മനസ്സിലാക്കുക, ഈ പറയണ ഫുള്ളും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ പറയണ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് ഇവിടെ 2 3 ഒക്കെ ആണെങ്കിൽ എന്തായി ഉണ്ടാവും, ഇതിൻ്റെ മെഷർമെൻറ്റ് കുറച്ച് മാറിയുണ്ടാവും. പ്രിസൈസായിട്ട് ഇത് നോക്കിയ മെഷർമെൻറ്റാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ ഇതിലൊരു സംശയം വരേണ്ട ആവശ്യമുണ്ടോ, കാരണം ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണോ ഉള്ള ചോദ്യത്തിൽ ഇല്ല. കാരണം എന്താ, അപ്പുറത്ത് 3 എന്നുള്ള വില കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു 0 ഓക്കെ, അടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക, ഒരു ചലഞ്ചായിട്ട് എടുക്കുക. ഓക്കെ, പോസ് ചെയ്യുക, എന്ന് ചെയ്ത് നോക്കിയോ. ഓക്കെ, കഴിഞ്ഞു വിചാരിക്കുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ആദ്യത്തേൽ നമ്മുടെ സ്റ്റാർട്ടിങ് സീറോസൊന്നും എന്തല്ല സിഗ്നിഫിക്കൻ്റ് അല്ല. ഇത് റൂള് പ്രകാരമല്ല, നമ്മൾ ലോജിക്ക് വെച്ച് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ഇനി ഈ 7 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എന്താണ്, ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറാണ് ഇതിലുള്ളത്. രണ്ടാമത് നോക്കാം. നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ ഈ പവർ 10ൻ്റെ പവറുള്ളതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇതിലെത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് ഈ പറയണ 4 എണ്ണമായിരിക്കും സിഗ്നിഫിക്കൻ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതിലും അതേപോലെ തന്നെയുള്ള ലോജിക്ക് ഇത് ഈ പറയണ 4 എണ്ണവും സിഗ്നിഫിക്കൻ്റ് ഉണ്ടാവുക. ഇനി ഒരു ചോദ്യം ഉണ്ടെങ്കിൽ, വാട്ട് ആർ സിഗ്നിഫിക്കൻ്റ് ഫിഗർ? നമ്മൾ ഇതിൻ്റെ ഡെഫിനേഷൻ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വായിക്കുക, പഠിക്കുക. സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സാണ്. എന്ത് ഡിജിറ്റ്സ്? മെഷർ ചെയ്തിട്ടുള്ള വാല്യൂവിലുള്ള ഡിജിറ്റ്സാണ്. അത് മാത്രമാണോ ഇതിലുള്ളത്? അല്ല, റിലയബിൾ ആയിട്ടുള്ള പ്ലസ് ഒരു ഡിജിറ്റ് അൺസെർട്ടൺ ആയിട്ടുണ്ടാവും. അതായത് 1.23 എന്നുണ്ടെങ്കിൽ ഈ 3 എന്ന് പറയുന്നത് അൺസെർട്ടൺ ആവും.
0.23 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിൻ്റെ ലോജിക്ക് പറഞ്ഞാണ്. അതായത് വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ,